ഈ വാർത്താപകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഇസ്രായേൽ ഇറാൻ സംഘർഷം 8ാം ദിനവും അയവില്ലാതെ തുടരുകയാണ്. ടെഹ്റാനിലും ബുഷ്ഹറിലും ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തി. സൈനിക കേന്ദ്രങ്ങളും ഇറാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലുമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. അതേസമയം ഇസ്രായേലിലെ ഹൈഫയിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേൽ നഗരങ്ങളിൽ തുടർച്ചയായി അപായ സൈറൺ മുഴങ്ങി. באר שבע. സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ചർച്ച തുടങ്ങി. ഫ്രാൻസ്, UK, ജർമ്മനി വിദേശകാര്യമന്ത്രിമാരും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. UN രക്ഷാസമിതിയുടെ യോഗവും പുരോഗമിക്കുകയാണ്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അൻവർ, ഈ രാത്രി കടുത്ത പരീക്ഷണത്തിന്റെ രാത്രിയായിരിക്കും എന്ന് നമ്മൾ പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. മാരകമായ ആക്രമണം രണ്ടു ഭാഗത്തും ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ്. അപ്പോൾ ഒരു ആകാശത്ത് തീ വർഷിക്കുന്ന ഒരു രാത്രിയായിരിക്കും ഇതെന്ന് തോന്നുന്നു, അല്ലേ? വരുന്ന റിപ്പോർട്ടുകളൊക്കെ അതാണ് വ്യക്തമാക്കുന്നത്, അല്ലേ? വിജയ്കുമാർ, തുടർച്ചയായ 8 ദിവസവും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ രൂക്ഷമായ ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് രാത്രി എത്തുന്നത് എന്ന് വേണം നമുക്ക് ആ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്ന് ഇറാൻ പ്രധാനമായും ആക്രമണം ഇറാനാണ് തുടങ്ങി വെച്ചതെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ കാര്യം അതിൽ ഇസ്രായേലിലെ പട്ടാള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്ന് ഇറാൻ ഇപ്പോൾ അല്പസമയം മുമ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇർന അക്കാര്യം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. തെൽ അവീവ്, ഹൈഫ, ബീർഷേബ നഗരങ്ങളിലെ ഇസ്രായേലിൻ്റെ പട്ടാള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഞങ്ങളുടെ ആക്രമണം. ആ ആക്രമണത്തിന് ഫലമുണ്ടായി എന്ന് തന്നെയാണ് അവർ അവരുടെ ഔദ്യോഗിക ട്വീറ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ആക്രമണം, പ്രത്യേകിച്ച് ഹൈഫയിലുണ്ടായ ആക്രമണത്തിൽ 21 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 17 പേരുടെ പരിക്ക് സാരമുള്ള പരിക്കാണ്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇറാനിൽ നിന്ന് 20 മുതൽ 30 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് രാത്രി മാത്രം ഇസ്രായേലിലേക്ക് പതിച്ചെന്ന് IDF സ്ഥിരീകരിക്കുന്നുണ്ട്, വിജയ്കുമാർ. അതിനുശേഷം ഈ മിസൈലുകളുടെ വർഷത്തിന് ശേഷം ഇറാൻ അയച്ച ഈ മിസൈലുകളുടെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലും പ്രത്യാക്രമണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയുള്ളതുപോലെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും പട്ടാള കേന്ദ്രങ്ങളെയും അവരുടെ പ്രത്യേകിച്ച് ഔദ്യോഗിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇന്നും ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ദക്ഷിണ ഇറാനിലെ ബുഷർ നഗരം ലക്ഷ്യമാക്കിയായിരുന്നു ഇന്നത്തെ പ്രധാന ആക്രമണം. അവിടെയും കനത്ത നാശനഷ്ടം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർച്ചയായ 8 ദിവസവും ഒരു അയവുമില്ലാതെ ഇരു രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം, വ്യോമയുദ്ധം തുടരുക തന്നെയാണ്, വിജയകുമാർ. അൻവർ, അതിനിടയിൽ ഇപ്പോൾ ജനീവയിൽ യൂറോപ്യൻ യൂണിയൻ മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചയിൽ ഇറാൻ പങ്കെടുക്കുന്നുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് സെക്രട്ടറി ജനറൽ ആവശ്യപ്പെടുന്നു. ഈ 2 യോഗങ്ങളും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? എന്തെങ്കിലും സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിയുമോ ഈ യോഗങ്ങൾക്ക് ശേഷം? അങ്ങനെ പ്രതീക്ഷിക്കാമോ? 2 പ്രധാനപ്പെട്ട യോഗങ്ങൾ. ഈ 8 ദിവസമായി തുടരുന്ന ആക്രമണങ്ങൾ ഒരു വശത്ത് രൂക്ഷമായി തുടരുന്നതിനിടെ ജനീവ കേന്ദ്രമായി യൂറോപ്യൻ യൂണിയൻ മുൻകൈയെടുത്ത് നടത്തുന്ന സമാധാന ചർച്ച, അല്ലെങ്കിൽ ഒരു ചർച്ച അവിടെ നടക്കുന്നു. അതിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നു. അല്പസമയം മുമ്പ് ഇപ്പോൾ ആ ചർച്ചയ്ക്ക് ഒരു ഇടവേളയിലേക്ക് ഇറാൻ വിദേശകാര്യമന്ത്രിയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ആ ചർച്ചയിൽ നിന്നൊരു അല്പസമയം ഇടവേള എടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ
അപ്ഡേറ്റ് നമുക്ക് ലഭ്യമാകുന്നത്. ആ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചർച്ച എപ്പോഴും ഇറാൻ ഡയലോഗ് ചർച്ചയുടെ സംഭാഷണത്തിൻ്റെ ഭാഗമായിരുന്നു ഇറാൻ. അമേരിക്കയുമായി ആണവ കരാറിൽ ചർച്ച നടക്കുന്നതിനിടെ ഏകപക്ഷീയമായ ആക്രമണമാണ് ഇറാൻ ഉണ്ടായത്. ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തി. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ച ഇറാൻ തുടങ്ങി വെക്കണമെന്ന ആവശ്യത്തോട് ഞങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, അത്തരമൊരു ആവശ്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഈ ചർച്ചയിലേക്ക് കടന്നത്. ആ ചർച്ചയുടെ ഇടവേളയിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകപക്ഷീയമായ ആക്രമണം ഇസ്രായേൽ നിർത്തിയാൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. ആണവായുധങ്ങൾക്ക് വേണ്ടിയല്ല ഇറാൻ ഈ ന്യൂക്ലിയർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഊർജ്ജ ആവശ്യങ്ങൾക്കാണ് അത് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇക്കാര്യം അന്താരാഷ്ട്ര ആണവ ഏജൻസിക്കും ഇറാനുമായി ചർച്ച നടത്തിയ അമേരിക്കയ്ക്കും അറിവുള്ളതാണ്. ഇതിനിടയിൽ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ചർച്ചയുടെ ഇടവേളക്ക് കടന്നപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും ഇറാൻ എന്തെങ്കിലും ഒരു ചർച്ചകൾക്ക് ഞങ്ങൾ സന്നദ്ധമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം നിർത്തിവെച്ചാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊരു മെസ്സേജ് ഇറാൻ വിദേശകാര്യമന്ത്രി യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യമന്ത്രിമാരുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട UN സെക്യൂരിറ്റി കൗൺസിൽ യോഗവും ഇപ്പോൾ നടക്കുകയാണ്. വിജയകുമാർ, രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരുടെ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയും റഷ്യയും ഈ ചർച്ചയിൽ സെക്യൂരിറ്റി കൗൺസിലിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞു. അമേരിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആണവ കരാറിൽ ഇറാൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സംഘർഷം ഒഴിവാക്കാമായിരുന്നു എന്നാണ് UN-ലെ അമേരിക്കൻ അംബാസിഡർ ഇപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഇറാനിൽ ആണവോർജ്ജ ഏജൻസിയുടെയും അമേരിക്കയുടെയും നേതൃത്വം നടത്തിയ പരിശോധനയിൽ അമേരിക്കയ്ക്ക് മനസ്സിലായത് അവിടെ ഊർജ്ജത്തിന് പുറമെ ആണവ ആയുധങ്ങൾക്ക് വേണ്ടി ഇറാൻ ഈ ആണവ പദ്ധതി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അത് നിർത്തിവെക്കണമെന്നും അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിൽ ഒപ്പുവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചില്ല. അതുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. ആണവ ആയുധം എന്ന മോഹം എന്ന് ഇറാൻ ഉപേക്ഷിക്കുന്നുവോ അന്ന് മാത്രമേ സമാധാനം ആ മേഖലയിൽ പുനഃസ്ഥാപിക്കാനാകൂ എന്നാണ് അമേരിക്കയുടെ അംബാസിഡർ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അതേസമയം തന്നെ റഷ്യ ഇതിൽ വ്യക്തമായ നിലപാടെടുക്കുന്നുണ്ട്. എന്ത് പദ്ധതിയാണ് ആണവ പദ്ധതിയാണ് ഇറാൻ നടത്തുന്നത് എന്ന് ലോകത്തോട് പറയാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ആദ്യം വ്യക്തമാക്കണം. ഇതുവരെ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ആണവായുധം നിർമ്മിക്കുന്നതിനായി തെളിവ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് എടുക്കണം. എന്ത് ആണവ ആയുധങ്ങളാണ്, എന്തൊക്കെ തരത്തിലുള്ള ആണവ ആയുധങ്ങളാണ് ഈ ഇറാൻ്റെ പക്കലുള്ളതെന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി വ്യക്തമാക്കണം. അതിലൊരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമേ ഇറാൻ്റെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോക്കിന് അമേരിക്കയും ഇസ്രായേലും തടയാവൂ എന്ന അഭിപ്രായമാണ് ഈ റഷ്യ മുന്നോട്ട് വെക്കുന്നത്. ആ ചർച്ച തുടരുകയാണ്. വിജയകുമാർ. മുഹമ്മദ് അൻവറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതീക്ഷാ നിർഭരമായ ചില ചർച്ചകളെങ്കിലും നടക്കുന്നുണ്ട്. അത് ജനീവയിലും UN സെക്യൂരിറ്റി കൗൺസിലും. അത് ഏതെങ്കിലും തരത്തിൽ റിസൾട്ട് ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഈ അശാന്തിയുടെ അന്തരീക്ഷത്തിൽ ഒരു പ്രതീക്ഷയാണ് ഇത്തരം നയതന്ത്ര ചർച്ചകൾ. അത് വിജയം കാണും എന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം. അതേസമയം ഇറാനിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മഷ്ഹദിൽ നിന്നും 1000-ഓളം ഇന്ത്യക്കാരെയാണ് ഇന്നും നാളെയുമായി ഡൽഹിയിൽ എത്തിക്കുക. ഓപ്പറേഷൻ സിന്ധുവിനായി ഇറാൻ വ്യോമപാത താൽക്കാലികമായി ഇന്ത്യക്ക് തുറന്നു നൽകി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. അർമേനിയ വഴി പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് ഇറാൻ വ്യോമപാത തുറക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ആവശ്യം അംഗീകരിച്ച് ഇറാൻ ഒഴിപ്പിക്കൽ നടപടിക്കായി വ്യോമപാത താൽക്കാലികമായി തുറന്നു. സുരക്ഷിത നഗരമായ മഷ്ഹദിലെത്തിച്ച ഇന്ത്യൻ പൗരന്മാരെ ഇറാൻ വിമാന കമ്പനിയായ മഹാൻ എയർവേസിൽ ഇന്ത്യയിലെത്തിക്കും. തിരിച്ചെത്തുന്നവരിൽ മലയാളികളുണ്ടോ എന്ന് വ്യക്തമല്ല. ഇന്ത്യയിലെ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാൻ ഹൊസൈനിയാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടാതെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇറാനെതിരായ ആക്രമണത്തെ അപലപിക്കണമെന്നും ഹൊസൈനി ആവശ്യപ്പെട്ടു. We believe every country, including India, to condemn these aggressions, not because of Iran or because of this conflict, just because of it will open the way for the other country who actually have in their mind to attack the neighbor on some baseless allegations. We can find in our region such as this kind of the countries who actually have this kind of looking for excuses. If you don't condemn it, you are giving them incentive
നേരത്തെ ടെഹ്റാനിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന 600 വിദ്യാർത്ഥികളെ ക്വാം നഗരം വഴി മഷ്ഹദിൽ എത്തിച്ചിരുന്നു. അതേസമയം ഇസ്രയേലിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരങ്ങൾ ഇന്ത്യൻ എംബസി ശേഖരിച്ചു തുടങ്ങി. ഇവരെയും വൈകാതെ രാജ്യത്ത് തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 ഡൽഹി. അമേരിക്ക സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം നിരസിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സ്ഥിരീകരിച്ചു. ഫോൺ സംഭാഷണത്തിലാണ് US സന്ദർശിക്കാൻ ട്രംപ് അഭ്യർത്ഥിച്ചത്. ആവശ്യം നിരസിച്ചെന്നും ജഗന്നാഥന്റെ മണ്ണിലെത്താനാണ് അമേരിക്ക സന്ദർശിക്കാതിരുന്നതെന്നും മോദി വ്യക്തമാക്കി. ഒഡീഷയിലെ BJP സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കവെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വെളിപ്പെടുത്തൽ. मैंने अमेरिका के राष्ट्रपति को कहा कि आपका निमंत्रण के लिए धन्यवाद. मुझे तो महाप्रभु की धरती पर जाना बहुत जरूरी है. और इसलिए मैंने उनके निमंत्रण को नम्रतापूर्वक मना किया और आपका प्यार, महाप्रभु की भक्ति मुझे इस धरती पर खींच करके ले आई है. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം സജീവമാകുന്നതിനിടെ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കാനഡയിൽ നിന്ന് ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്ന ഖാലിസ്ഥാനികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ്. ഇതാദ്യമായാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കാനഡ രംഗത്തു വരുന്നത്. രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തി കാനഡയിൽ അഭയം തേടുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നത് ഇന്ത്യയുടെ തുടർച്ചയായുള്ള ആവശ്യമായിരുന്നു. കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യയുടെ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു. എന്നാൽ മാർക്ക് കാർണിയുടെ ഭരണകൂടം ഖാലിസ്ഥാൻ തീവ്രവാദത്തെ എതിർക്കുകയാണ്. കാനഡയുടെ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ധനസമാഹരണത്തിനുമായി ഇവർ കാനഡ താവളമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇന്ത്യയുടെ തുടർച്ചയായ ആവശ്യത്തെ കാനഡ പരിഗണനയിലെടുക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണിത്. കാനഡയിലിരുന്ന് ഇന്ത്യക്കെതിരെ തുടർച്ചയായി ഭീഷണി നടത്തുന്ന ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെ പോലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടികൂടി നാട്ടിലെത്തിക്കുന്നതിന് കാനഡയുടെ സഹായം ഒരുപക്ഷെ ഇന്ത്യക്ക് ലഭിച്ചേക്കും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിച്ചതോടെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായത്. 24 ഡൽഹി. സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്. 3 എയർബസ് വിമാനങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതായാണ് കണ്ടെത്തൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു. DGCയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് വാർത്ത. 3 എയർബസ് വിമാനങ്ങൾ നിർബന്ധമായും നടത്തേണ്ട സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. A320 എന്ന എയർബസ് വിമാനം 1 മാസം വൈകി മെയ് 15-നാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. ഈ 1 മാസത്തിനിടെ വിമാനം ഉപയോഗിച്ച് എയർ ഇന്ത്യ ദുബായ്, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തി. മറ്റൊരു വിമാനം എസ്കേപ്പ് സ്ലൈഡറിന്റെ അറ്റകുറ്റപ്പണി നടത്താതെ സർവീസ് നടത്തി. മെയിൻ്റനൻസ് എഞ്ചിനീയറാണ് എസ്കേപ്പ് സ്ലൈഡറിന്റെ തകരാറുള്ളതായി കണ്ടെത്തിയത്. കൂടാതെ ആഭ്യന്തര സർവീസ് നടത്തിയിരുന്ന A319 എന്ന എയർബസിന്റെ സർവീസ് 3 മാസം വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യസമയത്ത് സുരക്ഷാ പരിശോധനകളുടെ റിപ്പോർട്ട് നൽകുന്നതിലും എയർ ഇന്ത്യ വീഴ്ച വരുത്തി. പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് DGCA നോട്ടീസ് നൽകിയിരുന്നതായും ഇതിന് കൃത്യമായി മറുപടി നൽകിയിരുന്നില്ലെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ പരിശോധനകളിൽ വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിനോട് എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനിടെ അഹമ്മദാബാദ് അപകടത്തിൽ മരിച്ച 220 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. 202 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂരിലെ ചേലക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പുതുവടി, ചെറങ്കോണം, പുലിപ്പാറ പ്രദേശത്താണ് കാട്ടാനയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്.
സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് സ്ഥിരമായി ഈ കാട്ടാനക്കൂട്ടം എത്തുന്ന മേഖലയാണോ, അതോ ഈ ആനകൾ പുതുതായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പല സ്ഥലത്തേക്കും ഇറങ്ങുന്നുണ്ട്, അങ്ങനെ ഇറങ്ങി വന്നതാണോ? വിജയകുമാർ, നേരത്തെ ആന എത്തുന്ന ഒരു ഇടമല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഏതാനും ദിവസമായി തുടർച്ചയായി ഈ മേഖലയിൽ കാട്ടാന എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ പോലും ഈ മേഖലയിൽ ആന എത്തി വലിയ നാശനഷ്ടമാണ് ഈ മേഖലയിൽ ആകെ വിതച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ചേലക്കരയിലെ പ്രധാന സംസ്ഥാന പാതയടക്കം കാട്ടാന മുറിച്ചു കടന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപക നാശനഷ്ടം വിതച്ചിരുന്നു. അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം ഉതുവടി മേഖലയിലെത്തിയ ആന ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ രീതിയിൽ ഭീതി വിതച്ചത്. ഇതോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. തുടർച്ചയായി ഈ ആന ഇറങ്ങിയ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അത് നേരിടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഈ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് മച്ചാട് റേഞ്ച് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മേഖലയിലെത്തിയാണ് ഇപ്പോൾ ഈ ആനയെ തുരത്താനുള്ള ശ്രമം നടത്തുന്നത്. ഈ ആനയെ കാട് കയറ്റി വിടുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ആനയുടെ സഞ്ചാരപാതയാകെ മാറി. ആന കൃത്യമായി കുതിരാൻ മലനിരകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് ഈ ചേലക്കര ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അതിനുശേഷം തുടങ്ങിയ കാട്ടാന ശല്യം അത് അതിരൂക്ഷമായി മാറുന്നു, കൂടുതൽ മേഖലകളിലേക്ക് എത്തുന്നു. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഉതുവടിയിൽ ഇറങ്ങിയ ആനയെ കാട് കയറ്റാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളത്. വിജയകുമാർ. യെസ്, ആ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഉതുവടി ചിറങ്കോണം പുലിപ്പാറ പ്രദേശത്താണ് കാട്ടാനയെ രാത്രിയിൽ കണ്ടത്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഈ ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഭാരതാംബ ചിത്രവിവാദത്തിന് പിന്നാലെ ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ഗവർണർക്കെതിരെ CPIM ഇന്ന് രംഗത്തെത്തി. എന്നാൽ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിലെ പുഷ്പാർച്ചന തുടരും എന്നാണ് ഗവർണറുടെ നിലപാട്. ബംഗാൾ രാജ്ഭവനിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ തീരുമാനിച്ചു. രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യവിഷയമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തത്. ഈ അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വിഷയം ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന പതിവാക്കിയതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ച് CPIM രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. ഇക്കാര്യത്തിൽ RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരായ നിലപാട് ഘടിപ്പിച്ച് CPIM ശക്തമായ രംഗത്തുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ബിംബങ്ങളും പ്രതീകങ്ങളും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതാണ് ഭാരതമാതാവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് RSS കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റാൻ വാശി പിടിച്ചാൽ മന്ത്രിക്ക് അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഭാരത വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടരാൻ പശ്ചിമബംഗാൾ രാജ്ഭവനും തീരുമാനിച്ചു. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിക്കാൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ഭാരതാംബ ചിത്രവിവാദം തുടരുന്നതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ABVP പ്രതിഷേധം. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ABVP പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയുടെ വാഹന വ്യൂഹം റോഡിൽ കുടുങ്ങി. അതേസമയം ഗവർണർക്കെതിരെ SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുവരെ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് പിന്നീട് പറഞ്ഞു. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. LDFന് വലിയ വിജയം ഉറപ്പെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. 25,000-ഓളം വോട്ടുകൾ നേടുമെന്നതാണ് അൻവർ ക്യാമ്പിന്റെ പ്രതീക്ഷ. പോളിംഗ് ശതമാനം 75% പിന്നിട്ടതോടെ ബൂത്ത് തല കണക്കെടുത്ത് വിശകലനം ചെയ്യുകയാണ് മുന്നണികൾ.
PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും UDFിലെ ഭിന്നതകളും LDFിന് വിജയം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അമരമ്പലം, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിലാണ് മുന്നേറ്റമുണ്ടാക്കുക എന്നും LDF കണക്ക്. UDF നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചു. മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാണിക്കാനും അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാനും ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത. അമരമ്പലം ഒഴിച്ചുള്ള 6 പഞ്ചായത്തുകളിൽ കൃത്യമായ ലീഡുണ്ടാവുമെന്ന് UDF. അൻവർ മത്സരിച്ചത് UDFിന് ഗുണമായി എന്നും പ്രാഥമിക വിലയിരുത്തൽ. മൂത്തേടത്തും വഴിക്കടവിലും 2000-ന് മുകളിൽ ഭൂരിപക്ഷം. എല്ലാ പഞ്ചായത്തുകളും UDF ലീഡ് ചെയ്യും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ചരിത്ര ഭൂരിപക്ഷമുണ്ട്. LDFിൻ്റെ 1% വോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. PV അൻവർ ക്യാമ്പ് 20,000 മുതൽ 25,000-ഓളം വോട്ടുകൾ വരെ പ്രതീക്ഷിക്കുന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 7,000 വോട്ടുകൾ വരെ. മൂത്തേടം, നിലമ്പൂർ നഗരസഭ, ചുങ്കത്തറയിലും കൂടുതൽ LDF വോട്ടുകൾ പിടിക്കുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. മലയോര ജനതയ്ക്കപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ BJPയും. തീർച്ചയായും ഞങ്ങൾ ആത്മവിശ്വാസം തന്നെയാണ്. ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പോസിറ്റീവായിട്ട് ജനങ്ങൾ ചിന്തിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ മേഖലയിലും, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ മേഖലയിലും ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 23-ാം തീയതി രാവിലെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ്. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിനെ ചൊല്ലി ഡോക്ടർ ശശി തരൂർ MP ഉയർത്തിയ വിവാദം അവഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം. വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ശശി തരൂർ വിവാദം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. വിവാദങ്ങൾക്കിടെ ശശി തരൂർ വീണ്ടും വിദേശ പര്യടനത്തിനൊരുങ്ങുകയാണ്. ഉപതിരഞ്ഞെടുപ്പ് ദിവസം അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ ശശി തരൂർ രീതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആലോചനയിൽ പോലും തന്റെ പേര് വന്നിരുന്ന ശശി തരൂരിന്റെ പരാതിയെ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടെന്ന രേഖ പുറത്തുവിട്ടാണ് പ്രതിരോധിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതികരണം നടത്തിയ ശശി തരൂരിന് മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷേ തരൂരിന്റെ പരാതികളെ അവഗണിക്കാനാണ് നിലവിൽ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ശശി തരൂരിന്റെ ഇടയ്ക്ക് ഒരു വിമർശനമായി അദ്ദേഹത്തിന്റെ ഒരു നീരസം വെളിപ്പെടുത്തിയില്ല. അത് അത്ര ശക്തപ്പെട്ടൊന്നും വന്നില്ല, ശക്തമായില്ല. ശശി തരൂരുമായി സംസ്ഥാന നേതൃത്വത്തിന് പ്രശ്നങ്ങളില്ലെന്നും തരൂർ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ പ്രചാരണത്തിന് ക്ഷണിക്കുമായിരുന്നുവെന്നും K മുരളീധരൻ. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ വിവാദത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന നേതാക്കൾക്ക് കർശന നിർദ്ദേശമുണ്ട്. താരപ്രചാരയുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പരിപാടികൾക്ക് ക്ഷണിച്ചില്ലെന്നാണ് ശശി തരൂർ ക്യാമ്പിന്റെ മറുചോദ്യം. BJPയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമാണെങ്കിലും പുതിയ വിവാദം കോൺഗ്രസിന് തലവേദനയാണ്. 24 തിരുവനന്തപുരം. ബീഹാറിൽ RJDയെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RJD ഭരണകാലത്ത് ദാരിദ്ര്യവും കുടിയേറ്റവുമായിരുന്നു മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലാലു പ്രസാദ് യാദവ് BR അംബേദ്കറെ അപമാനിച്ചു എന്നും മോദി വിമർശിച്ചു. ബീഹാറിലെ സിവാൻ ജില്ലയിലെ NDA റാലിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. ബീഹാറിൽ RJDയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന. ലാലു പ്രസാദ് യാദവിന്റെ BR അംബേദ്കർ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദവും പ്രധാനമന്ത്രി പരാമർശിച്ചു. RJDയും കോൺഗ്രസും അംബേദ്കറുടെ ചിത്രം അവരുടെ കാലിൽ പ്രതിഷ്ഠിക്കുമ്പോൾ താനത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുവെന്ന് നരേന്ദ്രമോദി. RJD और कांग्रेस बाबा साहब आम्बेडकर की तस्वीर को पैरों में रखती है, जबकि मोदी बाबा साहब आम्बेडकर को अपने दिल में रखता है. RJDയും കോൺഗ്രസും കുടുംബത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും മോദി പരിഹസിച്ചു. 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ബീഹാറിൽ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി RJD നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി. മോദിയുടെ ഓരോ സന്ദർശനത്തിനും ജനങ്ങളുടെ പോക്കറ്റിലെ പണമാണ് ഉപയോഗിക്കുന്നതെന്ന് തേജസ്വി യാദവ്. ये लोग इतना दिन से बिहार सरकार का खर्चा
आम लोगों के पॉकेट मार कर रहे हैं, इतना प्रचार प्रसार कर रहे हैं, फिर भी भीड़ नहीं हो रही तो अधिकारियों को लगाया जा रहा है। यही सच्चाई है. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. 24 ഡൽഹി. തമിഴ്നാട്ടിൽ സ്വത്തിനെ ചൊല്ലിയുള്ള മാരൻ കുടുംബത്തിലെ തർക്കം നിയമ പോരാട്ടത്തിലേക്ക്. സൺ ഗ്രൂപ്പ് ഉടമ കലാനിധി മാരന് സഹോദരനും DMK MPയുമായ ദയാനിധി മാരൻ വക്കീൽ നോട്ടീസ് അയച്ചു. കലാനിധിയും ഭാര്യയും ചതിയിലൂടെ കുടുംബസ്വത്ത് തട്ടിയെടുത്തു എന്നാണ് ദയാനിധിയുടെ ആരോപണം. അച്ഛൻ മുരസൊലിമാരന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഓഹരികൾ നിയമവിരുദ്ധമായി തട്ടിയെടുത്തുവെന്ന് കാട്ടിയാണ് DMK MPയായ ദയാനിധിമാരൻ സഹോദരൻ കലാനിധിമാരന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അച്ഛന്റെ മരണത്തിന് മുൻപുള്ള ഓഹരി നില പുനഃസ്ഥാപിക്കണം, അനർഹമായി സമ്പാദിച്ച പണത്തിന്റെ വിഹിതം തിരികെ നൽകണം എന്നിവയാണ് പ്രധാന ആവശ്യം. കലാനിധിക്കെതിരെ SFIO അന്വേഷണം ആവശ്യപ്പെടുമെന്നും ദയാനിധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് IPLലെ ഹൈദരാബാദ് ടീമും സ്പൈസ് ജെറ്റ് വിമാന കമ്പനിയും സ്വന്തമാക്കി. കള്ളപ്പണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഇടപാടുകളെന്നും ദയാനിധി ആരോപിക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള പോര് BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. സഹോദരൻ കള്ളപ്പണമുണ്ടാക്കിയെന്ന് ദയാനിധി തന്നെ സമ്മതിച്ചുവെന്നും ഇരുവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നും BJP നേതാവ് K. അണ്ണാമലൈ വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ധനികരിലൊരാളാണ് കലാനിധിമാരൻ. 24 ചെന്നൈ. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വിലക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന. ജീവനക്കാർക്കുള്ള കരാറിൽ ലഹരി ഉപയോഗത്തിനുള്ള വിലക്ക് നിബന്ധനയായി കൂട്ടിച്ചേർക്കും. മറ്റ് സിനിമാ സംഘടനകളുമായും ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തും. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെ നടപടി കടുപ്പിക്കുകയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നടപടികൾ പ്രാബല്യത്തിൽ വന്നേക്കും. മറ്റ് സിനിമാ സംഘടനകളുമായും വിഷയം ചർച്ച ചെയ്യുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയ്ക്കും താരസംഘടനയായ അമ്മയ്ക്കും നിബന്ധന വ്യക്തമാക്കുന്ന കരാറിന്റെ പകർപ്പും കത്തും കൈമാറി. അമ്മ ജനറൽ ബോഡി വിഷയം ചർച്ച ചെയ്യും. 24 മുൻപായി തീരുമാനം അറിയിക്കണമെന്ന് സംഘടനകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് സിനിമാ സെറ്റുകളിലോ താമസ സ്ഥലത്തോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കായിരിക്കുമെന്ന് ഓരോ സിനിമാ പ്രവർത്തകനും ഇനി എഴുതി ഒപ്പിട്ട് നൽകണം. മെയ് 9 നാർക്കോട്ടിക് സെല്ലുമായി നടത്തിയ സംയുക്ത ചർച്ചകൾക്ക് ശേഷമാണ് നിബന്ധന തയ്യാറാക്കിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ശസ്ത്രക്രിയയെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന MS നീതു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചിട്ടും വിദഗ്ധ ചികിത്സ നൽകിയില്ല. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നിരുത്തരവാദ പെരുമാറ്റമാണെന്നും നീതു പറഞ്ഞു. കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതരാരോപണങ്ങളാണ് നീതു ഉന്നയിക്കുന്നത്. വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരില്ലായിരുന്നുവെന്ന് നീതു പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ലഭിക്കേണ്ട യാതൊരു പരിചരണവും ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ല. ശനിയാഴ്ച സർജറി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊരു ജനറൽ അനസ്തേഷ്യ തന്നൊരു സർജറിയാണ്. അപ്പോൾ ഒരു 24 മണിക്കൂർ എന്നെ ഒബ്സർവേഷൻ ഇടാതെയാണ് അവരെന്നെ വിട്ടത്. നമ്മൾ അപ്പോഴും തന്നെ അവരെ ഇൻഫോം ചെയ്താൽ എനിക്കിങ്ങനെ ഒരു ക്ഷീണമാണ്. അപ്പോൾ അവർ പറഞ്ഞ് അതിപ്പോൾ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇന്നും അവിടെ ഹോസ്പിറ്റലില്ലെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ ഇങ്ങോട്ട് വന്നാൽ മതി, നാളെ രാവിലെ വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് ആദ്യം കോസ്മെറ്റിക് ആശുപത്രിയുമായി ബന്ധപ്പെടുന്നത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയയെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയില്ല. തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഡോക്ടറടക്കം നിസ്സാരമായി കണ്ടെന്നും നീതു പറഞ്ഞു. കാലം അടുപ്പിച്ചാണ് എന്നെ അനന്തപുരിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം നോക്കണം. ഞാൻ അനന്തപുരിയിൽ എത്തുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ്. എന്നെ ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് മുന്നേ ആണ് എനിക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കാറിലിരുന്ന് മരിച്ചു പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെന്ന് പറഞ്ഞൊരു സർജറി കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് കെയർ ട്രീറ്റ്മെൻറ്റും കിട്ടിയില്ല. ഫെബ്രുവരി 22 അടിവയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കായി നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിലെത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ അണുബാധയെ തുടർന്നാണ് 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അണുബാധയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പോഴും നീതു വിദഗ്ധ ചികിത്സ തുടരുകയാണ്. നീതുവിന്റെ ഭർത്താവിന്റെ പരാതിയിൽ കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
കണ്ണൂർ കായലോട് സദാചാര ആക്രമണത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്തതിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വ്യക്തമാക്കി. ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്താണെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജീവനൊടുക്കിയ റസീനയുടെ ആത്മഹത്യക്കുറിപ്പാണ് കേസിലെ നിർണായക തെളിവ്. ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് 3 പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ റസീന വിശദീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SDPI പ്രവർത്തകരായ 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സൂയിസൈഡൽ നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടത്. ഇതിലെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോണും എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് പ്രതികളുടെ കൈവശത്തു നിന്നാണ്. യുവതിയുടെ സുഹൃത്തായ റഹീസിനെ പ്രതികൾ മർദ്ദിച്ചെന്നും പോലീസ് പറഞ്ഞു. അതിനിടെ യുവാവിനെ SDPI ഓഫീസിലെത്തിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നു. SDPI ഓഫീസിൽ വെച്ച് യുവാവിനെ വിചാരണ ചെയ്തെന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ മധ്യസ്ഥ ചർച്ച മാത്രമാണ് ഉണ്ടായതെന്നാണ് SDPI നേതൃത്വത്തിന്റെ വിശദീകരണം. നേരെ തിരിച്ചിട്ട് നമുക്ക് പറയാൻ അറിയില്ല. ഒരു പാവം പെട്ടാണ് നിരപരാധി. നേരെ ഭാര്യ വീട്ടിലേക്ക് യുവതിയുടെ സുഹൃത്തിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. റസീനയെ സാമ്പത്തികമായും ശാരീരികമായും യുവാവ് ചൂഷണം ചെയ്തെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇപ്പം അറസ്റ്റിലിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മുടെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല, തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ. കുറച്ച് നാളായിപ്പോൾ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. കുടുംബത്തിന്റെ പരാതിയും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണത്തിനായി തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 24 കണ്ണൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗത്തിൽ ഇറാൻ ഇസ്രായേൽ വാക്പോര്. ഇസ്രായേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് ഇറാൻ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഇറാൻ അംബാസഡറുടെ പ്രസംഗം. The strike were planned and systematic, killing senior military officials, scientists, professors, students, doctors, artists, athletes, rescuers and ordinary civilians, including women, children and infants. Many died in their sleep. These children killed in their bed. Hundreds of civilians have been killed and thousands injured. സ്വരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുന്നതിൽ തങ്ങൾ മാപ്പ് പറയില്ലെന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പ് പറയില്ലെന്ന് ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡനോൺ പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനയും ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. ഇറാൻ ഇരവാദം ഉയർത്തരുത് എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. With innocent blood still dripping from your hands, you come here asking for sympathy. You demand protection from this council while plotting the extermination of my people. How can this council allow the representative of a regime that funds, arms, and orchestrates terror across the world to come here and play victim? It's like a wolf complaining when the shepherd fights back to protect his flock. So innocent. മുഹമ്മദ് അൻവർ ഒരിക്കൽ കൂടി ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. അൻവർ, ഈ പുറത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ തീവ്രത അകത്തെ ചർച്ചയ്ക്കുമുണ്ടല്ലേ? തീർച്ചയായും വിജയകുമാർ, നമ്മൾ ഈ വാർത്താമഴ തുടങ്ങുമ്പോൾ ഈ വിജയകുമാർ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രതീക്ഷാ നിർഭരമായ കാര്യങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചക്കകത്ത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഇറാനും ഇസ്രായേലും ഈ ആക്രമണത്തിൻ്റെ പേരിൽ നേർക്കുനേർ ഒരു വാക്പോരിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ആദ്യം ഇറാൻ്റെ അംബാസിഡറാണ് UN രക്ഷാ കൗൺസിൽ സംസാരിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ഇസ്രായേൽ നടത്തുന്നത് UN രക്ഷാ സമിതി നോക്കി നിൽക്കരുത്, കുട്ടികളും ഗർഭിണികളും അടക്കം നിരപരാധികളെ ഇസ്രായേൽ കൊന്നെടുക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ പ്ലക്കാർഡ് ഉയർത്തി കാണിച്ചാണ് ആ പ്രസംഗം ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതെന്ന് ലോക ജനത, ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് ചോദിക്കണം. ഒരു കാരണവുമില്ലാതെ ഇറാനെതിരെ
ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് UN രക്ഷാ കൗൺസിൽ അമീർ സയ്യിദ് ഇർവാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇതിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി UN രക്ഷാ കൗൺസിലിൽ സംസാരിക്കുന്ന ഡാനി ഡാനോൺ. അദ്ദേഹം രൂക്ഷമായ ആക്രമണമാണ് ഇറാനെതിരെ അല്ലെങ്കിൽ ഇറാൻ്റെ അംബാസിഡർക്കെതിരെ നടത്തിയത്. അതായത് നിങ്ങൾ ഇറാൻ ഇരവാദം, ഈ വേദിയിൽ വന്ന് നിങ്ങൾ ഇരവാദം മുഴക്കരുത്, നിങ്ങൾ കൊന്ന ആളുകളുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുമുണ്ട്, നിങ്ങളൊരു നയതന്ത്ര വിദഗ്ധനാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, നിങ്ങളൊരു ചെന്നായയുടെ വേഷം കിട്ടിയാണ് ഈ UN രക്ഷാ കൗൺസിൽ വേദിയിൽ ഇരിക്കുന്നത് എന്നടക്കമുള്ള അതിരൂക്ഷമായ പരാമർശങ്ങളാണ് ഇസ്രായേൽ ഇറാൻ അംബാസിഡർക്കെതിരെ UN സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ നടത്തിയത്. മാത്രമല്ല ലോകരാജ്യങ്ങൾ ഈ ഡീഎസ്കലേഷന് വേണ്ടി അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കണമെന്ന് ലോകരാജ്യങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ആവശ്യപ്പെടുന്നത്? സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണിത്. അത് കണ്ടില്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് അത് കണ്ടില്ലെന്ന് നടിക്കുക എന്ന ചോദ്യവും ഇസ്രായേലിൻ്റെ അംബാസിഡർ ആ വേദിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ലോകരാഷ്ട്രങ്ങൾ ഡീഎസ്കലേഷൻ, സംഘർഷം ലഘൂകരിക്കണമെന്ന തുടർച്ചയായി യൂറോപ്യൻ യൂണിയൻ അടക്കം ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് അത് പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ആവശ്യത്തെ പാടെ നിരാകരിച്ചുകൊണ്ടൊരു സമീപനം ഇസ്രായേൽ UN രക്ഷാ സമിതിയിൽ എടുക്കുന്നത്. UN രക്ഷാ സമിതി യോഗത്തിൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറോസ് നിങ്ങൾ സമാധാനത്തിനൊരു അവസരം നൽകൂ, ഇരു രാജ്യങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചത് നിങ്ങൾ സംയമനം പാലിക്കണം, ഗീവ് പീസ് ഫോർ ചാൻസ് ഫോർ പീസ് ആണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അതായത് നിങ്ങൾ സമാധാനത്തിനൊരു അവസരം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സഭയിൽ, ആ രക്ഷാ കൗൺസിലിൽ ആ ചർച്ച ആരംഭിച്ചതെങ്കിൽ, പക്ഷേ ഇപ്പോൾ ഇരു രാജ്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുകയും എതിർ രാജ്യം ഇസ്രായേലും ഇറാനും ചെയ്ത കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം, ഒരു നിലപാടാണ് രക്ഷാസമിതി യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. വിജയകുമാർ. അൻവർ, ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയൻ വിളിച്ചിരിക്കുന്ന ജനീവയിലെ ചർച്ച, അത് അൻവർ നേരത്തെ പറഞ്ഞൊരു ഇടവേളയ്ക്ക് പിരിഞ്ഞിരിക്കുകയാണ് എന്നത്. അതിൽ ഇസ്രായേൽ പങ്കെടുക്കാത്ത യോഗമാണ്, ഇറാൻ മാത്രമേ അതിലുള്ളൂ. എന്തെങ്കിലും അതിലൊരു നീക്കുപോക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഈ പറയുന്ന സംഘർഷം ലഘൂകരിക്കാൻ എന്തെങ്കിലും ഒരു തീരുമാനം ആ ചർച്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ നടക്കുന്ന ചർച്ചയിലായിരുന്നു. അപ്പോൾ ഈ നിലയിൽ അപ്പോൾ ഈ സംഘർഷത്തിന് അയവുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷവും രൂപപ്പെട്ടു വരാൻ സാധ്യത കാണുന്നില്ല ചുരുക്കത്തിൽ, അല്ലേ? അങ്ങനെ ആശാവഹമായ ഒന്നുമില്ല, അല്ലേ? ഈ നിമിഷം അങ്ങനെ വേണം വിജയകുമാർ വിലയിരുത്താൻ. നോക്കൂ, നമുക്കറിയാവുന്ന അതുപോലെ തന്നെ ഈ നിലവിൽ ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ എത്രത്തോളം വൾണറബിളാണ്, എത്രത്തോളം നിസ്സഹായരാണ് UN എന്ന ഒരു പൊതുചിത്രം കൂടി നമുക്ക് മുമ്പിൽ ഈ ചർച്ച നമുക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ഇസ്രായേലും ഇല്ലാതെ യൂറോപ്യൻ യൂണിയൻ്റെ മുൻകൈ എടുത്ത് ജനീവയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇറാൻ എടുത്തൊരു സമീപനം, ഞങ്ങൾ ആക്രമണം തുടങ്ങിയിട്ടില്ല, ഇസ്രായേലാണ് ആക്രമണം തുടങ്ങിയത്, ഇസ്രായേലിൽ ആക്രമണം തുടങ്ങിയാൽ ഞങ്ങൾ സംഭാഷണത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊരു നിലപാട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അദ്ദേഹം ആ ചർച്ചയിൽ എടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതൊരു യുദ്ധം, അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധത്തിൻ്റെ വ്യാപനം, അന്താരാഷ്ട്ര തലത്തിലുള്ള കച്ചവടങ്ങൾ, വ്യാപാരങ്ങൾ, ഇവയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു പരസ്പരം റിലേറ്റഡ് ആണല്ലോ. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സമ്മർദ്ദം യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിൽ ചെലുത്തുകയോ അമേരിക്കയുമായി യൂറോപ്യൻ യൂണിയൻ ചർച്ച നടത്തുകയോ അത്തരം യുദ്ധം വ്യാപിപ്പിക്കരുത് എന്ന അവരുടെ താല്പര്യങ്ങൾ കാരണം അവർ ചർച്ച ചെയ്ത്, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇസ്രായേലുമായി ചർച്ച ചെയ്ത് ഒരു ഡീഎസ്കലേഷനിലേക്ക് സാഹചര്യം, യുദ്ധസമാനമായ സാഹചര്യം ലഘൂകരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ആ തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. അല്ലാതെ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടൊരു ചർച്ചകൾക്കേ സാധ്യതയില്ല. അമേരിക്ക ഇവരോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു, ചർച്ചക്ക് സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ വിജയ സാധ്യതയും ഈ അവസരത്തിൽ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. വിജയകുമാർ. യെസ്, ശരിയാണ് അൻവർ. അങ്ങനെ പ്രതീക്ഷാനിർഭരമായ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല. നമ്മൾ 9:30 നമ്മളുടെ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ അത്തരമൊരു പ്രതീക്ഷ ഭരിതമായ അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നു എന്ന് കരുതി. പക്ഷേ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് 10:30 ബുള്ളറ്റിൻ അവസാനിപ്പിക്കുമ്പോൾ അത്തരത്തിലൊന്നുമില്ല. പുറത്തെ തീവ്രമായ യുദ്ധത്തിൻ്റെ സാഹചര്യം ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലെ ആ യോഗത്തിലും ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ തമ്മിലുണ്ട്. UN പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ നിസ്സഹായ അവസ്ഥയും ഇത്തരം ചർച്ചകളിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ടോടെയും വാർത്താമഴ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.